പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നീ കൂട്ടിവരുത്തി ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. നിന്റെ രക്ഷ കൊണ്ട് കർത്താവ് നീ ഞങ്ങളെ അലങ്കരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ വീണ്ടെടുപ്പ്, ഞങ്ങളുടെ നീതീകരണം, ഞങ്ങളുടെ തേജസ്സായി, ഞങ്ങളുടെ നീതിയായി കർത്താവ് നീ വാഴുകയായി സ്തുതിക്കുന്നു. തിരുവഴുത്തിലെ ധ്യാനിപ്പാൻ കൃപ നൽകിയാട്ടെ, പാടുവാൻ സ്തുതിപ്പാൻ കൃപ നൽകിയാട്ടെ. ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെയും ഘോഷനീതിമാന്മാരുടെ കൂടാരങ്ങളിൽ തരുന്ന നിന്റെ നാമത്തെ നിന്റെ കൃപയൊന്ന് ഉയർത്തുവാൻ കൃപ നൽകിയാട്ടെ കർത്താവ്. ഈ ശബ്ദം കടന്നില്ലെന്ന ഓരോ പരിസരങ്ങളെയും നിന്റെ പ്രായശ്ചിത്ത രക്തം കൊണ്ട് മുദ്രയിട്ട് വിശദീകരിക്കുന്നു. ഓരോ വ്യക്തികൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ നിന്റെ പ്രായശ്ചിത്ത രക്തം കൊണ്ട് മുദ്രയിട്ട് വിശദീകരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. നമുക്കൊരു പാട്ടുപാടി അല്പസമയം ദൈവത്തെ ആരാധിച്ചതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സ്തോത്രം. പഴയ പാട്ടാണ്, അതുകൊണ്ട് സ്തോത്രം ഷെയർ ചെയ്യുന്നില്ല. സ്തോത്രം. ജയം വരിച്ചോർ നാം, ജയം വരിച്ചോർ നാം സ്തുതിച്ചിടുമോ, അതിനു യോഗ്യൻ ക്രിസ്തുവഹോ. ജയം വരിച്ചോർ നാം സ്തുതിച്ചിടുമോ, അതിനു യോഗ്യൻ ക്രിസ്തുവഹോ. മാധുര്യരാഗമം ഗീതങ്ങളാലെ യേശുവെ പുകഴ്ത്തിടാമേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ യേശുവെ പുകഴ്ത്തിടാം. തിരുമേനിയറുക്കപ്പെട്ടു തൻ രുധിരത്തിൻ വിലയാ വാങ്ങിയതാ. തിരുമേനിയറുക്കപ്പെട്ടു തൻ രുധിരത്തിൻ വിലയാ വാങ്ങിയതാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. ജയം വരിച്ചോന്ന സ്തുതിച്ചിടുമോ, അതിനു യോഗ്യൻ ക്രിസ്തുവഹോ. മാധുര്യരാഗമം ഗീതങ്ങളാലെ യേശുവെ പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ യേശുവെ പുകഴ്ത്തിടാം. പാപത്തിനധീനതയിൽ നീ അടിയാരെ നീ വിടുവിച്ചു. പാപത്തിനധീനതയിൽ നീ അടിയാരെ നീ വിടുവിച്ചു. അത്ഭുതമാ നൊടിയൻ പ്രിയനോട് രാജ്യത്തിലാക്കിയതാ. അത്ഭുതമാർഗൊളിയൻ പ്രിയനോട് രാജ്യത്തിലാക്കിയതാരമേ. ജയം വരിച്ചോന്ന സ്തുതിച്ചിടുമോ, അതിനു യോഗ്യൻ ക്രിസ്തുവഹോ. ആമേൻ. മാധുര്യരാഗമം ഗീതങ്ങളാലെ യേശുവെ പുകഴ്ത്തിടാം. ആമേൻ. മാധുര്യ ഗീതങ്ങളാലെ യേശുവെ പുകഴ്ത്തിടാം. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. ആയവനരുളിയരെ ചെയ്യും മഹിമയ്ക്ക കിരീടങ്ങൾ താഴെയിട്ടു. ആയവനരുളിയരെ ചെയ്യും മഹിമയ്ക്ക കിരീടങ്ങൾ താഴെയിട്ടു. ജയം വരിച്ചോന്ന സ്തുതിച്ചിടുമോ, അതിനു യോഗ്യൻ ക്രിസ്തുവഹോ. മാധുര്യരാഗമം ഗീതങ്ങളാലെ യേശുവെ പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ യേശുവെ
കുഞ്ഞാട് മാത്രം യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കും ശബ്ദമിത്. ദൈവ കുഞ്ഞാട് മാത്രം യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കും ശബ്ദമിത്. സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിൽ പോഷത്താൽ പരിശുദ്ധയാം സഭയാൽ. സ്തുതിച്ചിടും വെള്ളത്തിനിരച്ചിൽ പോഷത്താൽ പരിശുദ്ധയാം സഭയാൽ. ജയം വരിച്ചോന്ന സ്തുതിച്ചിടുമോ അതിനായോഗ്യൻ ക്രിസ്തുവഹോ. മാധുര്യ രാഗമം ഗീതങ്ങളാല് യേശുവെ പുകഴ്ത്തിടാം. മാധുര്യ രാഗമം ഗീതങ്ങളാല് യേശുവെ പുകഴ്ത്തിടാം. യേശു താൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. യേശു താൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോന്ന ആനന്ദ നാളിതില്. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോന്ന ആനന്ദ നാളിതില്. ജയം വരിച്ചോന്ന സ്തുതിച്ചിടുമോ അതിനായോഗ്യൻ ക്രിസ്തുവഹോ. മാധുര്യ രാഗമം ഗീതങ്ങളാല് യേശുവെ പുകഴ്ത്തിടാം. മാധുര്യ രാഗമം ഗീതങ്ങളും യേശുവെ പുകഴ്ത്തിടാം. മാധുര്യ രാഗമം ഗീതങ്ങളാല് യേശുവെ പുകഴ്ത്തിടാം. ആമേൻ. മാധുര്യ രാഗമം ഗീതങ്ങളാല് യേശുവെ പുകഴ്ത്തിടാം. ആമേൻ. മാധുര്യ രാഗമം ഗീതങ്ങളാല് യേശുവെ പുകഴ്ത്തിടാം. ഗ്ലോറി. മാധുര്യ രാഗമം ഗീതങ്ങളാല് യേശുവെ പുകഴ്ത്തിടാം. ആമേൻ. മാധുര്യ രാഗമം ഗീതങ്ങളാല് യേശുവെ പുകഴ്ത്തിടാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അധിക നേരം ആരാധിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് സമയം ക്ലാസ്സിന് ഉപയോഗിക്കേണ്ടതുകൊണ്ട് അധിക നേരം ആരാധിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കൂട്ടിവരുത്തി ജനത്തിനായി സ്തോത്രം. യൂട്യൂബിൽ കൂടെ കർത്താവ് കേൾക്കുന്ന ജനത്തായി സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെവിക്ക് പരിചയത്തിനുള്ളവരായിക്കൊണ്ട് ഹൃദയം കർത്താവിൻ്റെ മുമ്പിൽ നിന്റെ പ്രായശ്ചിത്ത രക്തം കൊണ്ട് വിശദീകരിച്ച് തിരുവഴുത്തുകളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ ദൈവമേ അവിടെ ഹൃദയങ്ങൾ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ ദേശത്തെ വ്യക്തികളെ നീ യൂട്യൂബിൽ കേൾക്കുന്നവരെയും കർത്താവ് നിന്റെ പ്രായശ്ചിത്ത രക്തം ഇതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. തിരുവഴുത്തുകൾ ധ്യാനിപ്പാൻ സഹായിച്ചാട്ടെ. ആഴത്തി കർത്താവ് അതിനങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാണ്. ക്രിസ്തുവിനെ തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തി ആ പുനരുദ്ധാര ശക്തി അനുഭവിച്ചറിയാതൊക്കെ വേണം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ച വിഷയമാണ് ക്രിസ്തുവിൻ്റെ നീതി വിശ്വാസിക്ക് എങ്ങനെ കണക്കിടുന്നു. സ്തോത്രം. ഇവിടെയാണ് ഞാനിപ്പോഴും പറയുന്നത്, അനേകർക്ക് ക്രിസ്തീയ ഗോളത്തിൽ ഇവൻ പെന്തിക്കോസ്റ്റിനകത്തും മിക്കവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ക്രിസ്തുവിനെ കുറിച്ച് ഒരു ചരിത്രപരമായ നോളജ് കേട്ടു, അത് വിശ്വസിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്നൊരു ചിന്താഗതി പലരും കടന്നു വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ആ നീതി നമുക്ക് കണക്കിടുന്നത്? അത് കണക്കിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫ്രീ, പൂർണ്ണവുമാണ്. അല്പമായിട്ടല്ല, അത് പൂർണ്ണമാണ്. ക്രിസ്തുവിന് ലഭിക്കേണ്ട എല്ലാ അധികാരങ്ങളും എല്ലാ അവകാശങ്ങളും അവനോട് കൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അതിൻ്റെ ആഴങ്ങൾ ചിന്തിച്ച് ഞാൻ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വിശ്വാസികൾക്ക് വേണ്ടിയാണ് 8-ാം അധ്യായമെന്ന്.
7-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വരയ്ക്കും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ശരീരത്തെ ആര് വിടുവിക്കുമെന്നൊരവസ്ഥയിൽ വന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക്. അപ്പോൾ 8-ാം അധ്യായത്തിൻ്റെ ബാക്കി വാക്യങ്ങൾ തുടർന്ന് ഓരോ തന്നെ ക്രിസ്തുവേശുവിൽ ഉള്ളവരെ സംബന്ധിക്കുന്നൊരു വിഷയമാണ്. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത്. അതിൻ്റെ റോങ് ഇൻ്റർപ്രിട്ടേഷൻ, വ്യാജമായിട്ടുള്ള രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ബലഹീനത, നമ്മൾ ഏത് പാപം ചെയ്യാനും പരിശുദ്ധാത്മാവ് ഇത് ബലഹീനതയാണെന്ന് പറഞ്ഞു അതിന് തുണ നിൽക്കുന്നുള്ള അത്രയും ദോഷകരമായ ഇൻ്റർപ്രിട്ടേഷനുള്ള കാലമാണിത്. ഇതെന്തിനാണ് പറഞ്ഞു തരുന്നത്? സ്തോത്രം. അത് അറിയുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ ദൈവസഭ എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ അവസ്ഥ ഇത്രമാത്രം താഴോട്ട് പോയല്ലോ എന്ന് നമുക്ക് അറിവ് കിട്ടിയിട്ട് ഇനി അടുത്ത വാക്യമാണ് പറയുന്നത്, ബലഹീനത പരിശുദ്ധാത്മ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നാം അറിയുന്നില്ല. നാം ഒരു മോറൽ ഏജന്റ് ആയിരിക്കുമ്പോഴും നമ്മൾ കടന്നു വന്ന് ചൊല്ലുന്നതല്ല പ്രാർത്ഥന. മറ്റു ജാതികളൊക്കെ ചൊല്ലാണ് ചെയ്യുന്നത്, പ്രാർത്ഥന ചൊല്ലാണ് ചെയ്യുന്നത്. നമ്മളൊരു മോറൽ ഏജന്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ സോളിനെ മനസ്സിലാക്കി തരികയാണ് ഓരോ സിറ്റുവേഷൻ. നിങ്ങളുടെ വ്യക്തിപരമായ ഒരു അവസരം തന്നെ അല്ലെ, നിങ്ങൾക്ക് സോളിന് മനസ്സിലാകുമ്പോഴല്ലേ നിങ്ങളുടെ കുഞ്ഞിനൊരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു രോഗം വന്നു, പ്രയാസം വന്നു. ആ പ്രയാസം മനസ്സിലായിട്ട് നിങ്ങളല്ലയോ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വാക്യം കൊണ്ട് വരും, ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും ബുദ്ധിയിലും പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ട് പാടും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു പ്രേരണയാണ്. ആ സിറ്റുവേഷൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ദെൻ യു ഹാവ് ടു പ്രേ. ആ നുറുങ്ങിയ ഹൃദയം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ ഞരക്കമാണ്, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കം. അന്യഭാഷയല്ല അത്. അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾക്ക് ഓരോരുത്തരും അനുഭവിക്കുന്നത് തന്നെയാണ്. അത് ഞാൻ കുറച്ച് ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട വേറെ വിഷയമാണ് അടുത്ത വാക്യം, റോമാലേഖനം ചാപ്റ്റർ 8:28 വേഴ്സ് 28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാവർക്കും ഇത് പറയാൻ വളരെ ഇഷ്ടമുള്ള വാക്യമാണ്. ഈവൻ നോൺ ബിലീവേഴ്സ് പോലും പറയും, all we know that all things work together for good. ഇത് പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈവൻ ജാതികൾ പോലും പറയും, ക്രിസ്തീയ നാമത്തിലല്ലാത്തവർ പോലും പറയും. ഒരു പരിധിവരെ അവർ മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു കണ്ടീഷൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ആ വാക്യത്തെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. വി നോ ടു ദോസ് ഹു ലവ് ഗാഡ്, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അടുത്ത കാര്യമാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുക, ടു ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ഇവിടെ വരുമ്പോഴാണ് കുറച്ച് ടഗ് ഓഫ് വാർ വരുന്നത്. അവരോട് പറയാണ് that all things work together for good. ഇത് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വന്നാൽ മാത്രമേ ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുകയും ഈ വാക്യം അനുസരിച്ച് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ അല്ലയോ എന്ന് എനിക്ക് തന്നെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് വാക്യങ്ങൾ തന്നെ, ഈ കാര്യങ്ങൾ വാക്യങ്ങളിൽ കൂടെ മാത്രം സ്ഥാപിക്കേണ്ട ഒരു ഉപദേശമാണ്. കാരണം അനേക ഉപദേശങ്ങൾ ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് കുറച്ച് കാര്യമായ ഇത് വാക്യങ്ങൾ വായിച്ച് തന്നെ സ്ഥാപിക്കാം. നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തോളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം ചാപ്റ്റർ 14 വേഴ്സ് 23 തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അപ്പൊ വചനം പ്രമാണിക്കാതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹം തന്നെയാണ്, ദൈവത്തെ കുറിച്ച് അനേക കഥകൾ പറഞ്ഞു നോക്കും, വെറുതെ തിയറികൾ സ്ഥാപിക്കുന്നത് മാത്രം ഒരു ഗുണവുമില്ല. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവവിശ്വാസിയാണ്. എടാ, സൈറ്റാനും ദൂതന്മാരും ദൈവവിശ്വാസികളാണ്, അവർ വിറക്കി കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്ലോസ് ആണ്. 2 ക്ലോസുകളാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. വെറുതെ ഫൂളിഷായിട്ട് എന്ത് സംഭവിച്ചാലും നന്മയ്ക്കായി 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 എന്ന് പറയുന്ന കാര്യം. ഞാനിവിടെ അടുത്തൊരു തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു ഡോക്ടർ ഫാമിലി ഒരു സ്കൂളിലെ
സീനിയർ ടീച്ചറുമാണ്. ഹസ്ബൻഡ് ആയുർവേദിക് ഡോക്ടറാണ്. മകളും ആയുർവേദിക് ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി. ഏകദേശം ഒരു 6-7 മാസം ക്ലാസ് എടുത്തിരുന്നു. ഡോക്ടർ പോകുന്നത് അവിടെ അടുത്തുള്ള ഒരു IPC ചർച്ചിലാണ് പോകുന്നത്. ടീച്ചർ പോകുന്നത് അവിടുത്തെ ഒരു തൃശ്ശൂർ ടൗണിൽ തന്നെ വലിയൊരു കൾട്ട് ഇതിലാണ് പോകുന്നത്. ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. ടീച്ചർ ഇടയ്ക്കിടയ്ക്കിട്ട് പറയും, എനിക്ക് സകലം നന്മയ്ക്കായി കൂടിയാണ് വ്യാപരിക്കുന്നത്. എന്ത് പറഞ്ഞാലും മിക്കവാറും ഈ ആത്മീയ വിഷയങ്ങൾ പറഞ്ഞാൽ വീട്ടിൽ മിക്കവാറും പ്രശ്നങ്ങളാണ്. വേറെ 2 ആൺപിള്ളേരുണ്ട്. അതിലേറ്റവും താഴെയുള്ള പയ്യനാണെങ്കിൽ ഇതൊന്നും അറിയാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. ഈ ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകളാണ് ഇന്ന് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. മൂത്തൊരു ചെറുക്കനുണ്ട്, അവൻ ഒരു ഹാഫ് മെൻ്റൽ പോയായി ഇതെല്ലാം കാരണം. എന്നാലും ടീച്ചർ മുഴുവൻ സത്യങ്ങളും പറഞ്ഞു കൊടുത്ത്, ടീച്ചർ ഞാൻ പിടിച്ചിരിക്കുന്ന കാര്യത്തിന് മാറ്റമില്ല, സ്തോത്രം, ഇതൊക്കെ സംഭവിക്കുന്ന നന്മയ്ക്കുക. അവിടെയാണ് യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. വചനം പ്രമാണിക്കാത്ത നിനക്ക് വെളിപ്പെട്ട് കിട്ടുന്ന വചനം പ്രമാണിക്കാൻ പറ്റാതെ വേണം നീ ഈ ലോകത്തിലുള്ള സകലത്തിൽ എന്തിനേയും സ്നേഹിച്ചാൽ യു ആർ നോട്ട് ലവിങ് ഗാഡ്. ലോകത്തെയും അതിനുള്ളതിനെ സ്നേഹിക്കരുത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ ഒട്ടുവരുമിക്കാർക്ക് അറിയില്ല. ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഹോൾഡിനെ പറയുന്നതാണ് ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത്. സാധാരണ ലൈഫിൽ ഉപയോഗിക്കില്ല. അത്യന്താവശ്യമായിട്ട് വരുന്ന സമയത്ത് ആശ്രയിക്കാൻ തക്കവണ്ണം മാറ്റിവെച്ചിരിക്കാൻ പുറമേ കണ്ടറിയില്ല. അത്യന്താപേക്ഷിതമായിരിക്കുന്ന ടെൻഷൻ വരുന്ന സമയത്ത് എടുത്തുപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന, അതായത് അതിന് ക്രൂസിഫൈ ചെയ്തിട്ടില്ല. കൺമോഹത്തെ ക്രൂസിഫൈ ചെയ്തു. കണ്ണിന് ഇമ്പമുള്ള കാര്യങ്ങളിലേക്ക് ഒന്നിനും പോകുന്നില്ല. ജഡമോഹത്തെയും ക്രൂസിഫൈ ചെയ്തു. ജഡത്തിന് ഇച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനാകത്ത് താല്പര്യപ്പെടും. ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്നതാണ് ഡേഞ്ചറസ് ഒരു കാര്യമാണ്. ആവശ്യമുള്ള സമയത്ത്, അത്യാവശ്യം വരുന്ന സമയത്ത് എടുത്തുപയോഗിക്കാൻ വേണ്ടി തൽക്കാലം മാറ്റിവെക്കുക. അത് എന്തും ആവാം. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആകാം, ധനമാകാം, പേഴ്സണൽ ഇൻഫ്ലുവൻസ് ആകാം, പലതുമാകാം. ഇതൊക്കെയും എവിടുന്ന് പറഞ്ഞിരിക്കുന്നത്? പിതാവായ ദൈവത്തിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളത് അത്രേ. അപ്പോൾ ലോകത്തിൽ നിന്നുള്ള പലതിനെ സ്നേഹിച്ചിട്ട് അതിനെ വചനം കൊണ്ട് പ്രൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നവനല്ല. നിനക്ക് വരുന്ന കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്നതല്ല, നിന്നെ തിരിച്ച് വചനത്തിലേക്ക് കൊണ്ടുവരാൻ വ്യാപരിക്കുന്നതാണ്. ലോകത്തോട് നിരക്കുവാൻ തക്കവണ്ണം ലൗകികമായിട്ടുള്ള പ്രവചനങ്ങൾ, ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ലക്ഷ്യമാണെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി വചനം കോട്ടിച്ചതുകൊണ്ട് കാര്യമില്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നവനല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഇത് നടന്നാലുള്ള ഏറ്റവും, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് എന്ന് പറയുന്നതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഇതിനേക്കാളും കൂടുതൽ എന്താ വേണ്ടേ? അപ്പോൾ വെളിപ്പെട്ട് കിട്ടുന്ന ഓരോ എല്ലാം കൂടെ ഒരുമിച്ച് ആർക്കും തന്നെ ഒരുമിച്ച് വെളിപ്പെടുത്തി തരാൻ പറ്റില്ല. നിങ്ങൾ എത്രമാത്രം 100% സമർപ്പിതരായാലും പരിശുദ്ധാത്മാവ് പൂർണ്ണ ശക്തിയോട് കൂടെ നിങ്ങൾ പ്രവർത്തിച്ചാലും നിങ്ങൾ ഡിപ്രൈവ്ഡ് പേഴ്സൺ ആയിരുന്നത് കൊണ്ട് അതിൽ നിങ്ങൾ റീഫോം ചെയ്തു വരണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ചവർ തന്നെയാണ്. സമർപ്പണം മാറ്റമില്ല. പക്ഷേ ഒരു ഇൻസ്റ്റൻസിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ റീഫോർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ബലഹീനതകളെ നിങ്ങൾക്ക് സഹിക്കാവുന്ന വിധത്തിൽ വെളിപ്പെടുത്തി തന്ന് അതിനെ ഉപേക്ഷിക്കാൻ പറയുമ്പോൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് പറയാം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാറിയിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടിയാണ് നമ്മുടെ സെൽഫിനെ വെളിപ്പെടുത്തി തരിക, അതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് ഇൻഫ്ലുവൻസ് തരിക. ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നെങ്കിൽ അതിന്റെ റീപ്ലേസ്മെന്റ് ആയിരിക്കുന്ന ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നമ്മുടെ സോളിൽ വെളിപ്പെടുത്തി ആ വിഷയത്തിൽ നമ്മെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുക. ഇതാ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ പ്രമാണിക്കും. ഇത് പ്രമാണിക്കുന്നെങ്കിൽ പിതാവായ ദൈവം പുത്രനായ ദൈവം നമ്മളിൽ വാസം ചെയ്യും. ബൈബിളിലെ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളെ വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. സ്തോത്രം. ഫസ്റ്റ് എന്ന് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ
എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ആരാ ദൈവത്തെ സ്നേഹിക്കുന്നത് മനസ്സിലായല്ലോ. ഇത് ഒരു പ്രാവശ്യം രക്ഷ പറഞ്ഞ സമയത്ത് നടക്കുന്നതല്ല. വാട്ടർ ബാപ്റ്റിസം മാത്രം ചെയ്യുന്ന നമ്മൾ നടന്നു എല്ലാം തീർന്നു വിചാരിക്കുന്നതല്ല. ഈ ശരീരത്തൊന്ന് വേർപ്പെടുന്നത് വരേക്കും നിത്യയുഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണത്. നിത്യയുഗങ്ങളിൽ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നതിന് മുമ്പ് അതിന്റെ രൂപാന്തരങ്ങൾ പൂർണ്ണമായും സംഭവിച്ചിരിക്കണം. അങ്ങനെയുള്ളവർ അങ്ങെത്താൻ പോകുന്നേ ഉള്ളൂ. അതിനുള്ള എല്ലാ പ്രൊവിഷൻസും ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ഗിഫ്റ്റാണ്. ആത്മീയമായിട്ട് ഭൗതികമായിക്കോട്ടെ അത് ഫ്രീ ഗിഫ്റ്റാണ്. ഇനി അടുത്ത കാര്യമാണ് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. അനേക തെറ്റായ ഉപദേശങ്ങൾ ഈ കുറച്ചു പേര് മാത്രം ദൈവം നിത്യതയ്ക്ക് വിളിച്ചിരിക്കുന്നു, കുറച്ചു പേര് മാത്രം വിളിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രീ ഡെസ്റ്റിനേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. പ്രീ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ മുൻ നിർണയം എന്നുള്ളതൊക്കെ പറയുന്നത്. ഭൂമിയിൽ മനുഷ്യരായിട്ട് വിളിക്കപ്പെട്ട ഏതൊരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനാണ് തന്നോടുകൂടെ താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധരായി തന്നോടുകൂടെ നിത്യ യുഗങ്ങളിൽ വാസം ചെയ്യുക. ഇതാണ് നിർണയം. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ദൈവം ആദാമിനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. ആദാം വീട് പോയപ്പോൾ ആദാമല്ല ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നത്, ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധ്യമല്ലെന്ന് അവൻ അറിയാം. അതുകൊണ്ട് ദൈവം തന്നെ ആദ്യമായിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. ആദാമേ, നീ എവിടെയാ? അവനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ. പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ദൈവത്തിന് എതിരായിട്ട് റിബല്യസ് ആയിട്ട് വർദ്ധിച്ചുകൊണ്ട് ദൈവത്തിന് മനുഷ്യനായിട്ട് അവതരിച്ചു വന്നപ്പോഴും അവനെ കൊല്ലുവാൻ തക്കവണ്ണം അവനിലുള്ള ആ ശക്തി അത്രമാത്രം ക്രൂരമായി തീർന്നു. അവനെ കൊന്നു. ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. എന്നിട്ടും റെബല്യൻ തടഞ്ഞോ? മനുഷ്യനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നിരിക്കുന്ന പുസ്തകം. മനുഷ്യ, ഈ ലൂസിഫർ സംഘത്തെ ശിക്ഷ വിധിച്ച അതേ ദൈവം തന്നെയാണ് നിന്നെ സൃഷ്ടിച്ചത്. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിന്നെയും വിശുദ്ധനായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ നീ ഒരു മോറൽ ഏജന്റ് ആയിരിക്കെ നിന്നെ പരീക്ഷിക്കുന്ന സമയത്ത് നിന്റെ ലൈഫിന്, എറ്റേണൽ ലൈഫിന് ഒരു കള്ളത്തിന് വേണ്ടി നീ വിറ്റുകളഞ്ഞു. എന്നിട്ടും നിന്നെ സ്നേഹിക്കുന്നതാണ് ദൈവം. അതിനേക്കാളും ലൂസിഫർ സംഘത്തെ വന്നതിനേക്കാളും വലിയ ക്രോധം നിന്റെ മേൽ വരേണ്ട സ്ഥാനത്ത് ആ ക്രോധം തന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് നിന്നെ യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തോട് നിരപ്പിക്കുന്ന പ്രക്രിയ യേശുവിൻ എങ്ങനെ പൂർത്തീകരിക്കുന്നു വിവരിക്കുന്ന സങ്കീർത്തനങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ എല്ലാം തന്നെ സ്റ്റെപ്പായിട്ട് വെളിപ്പെടുത്തി അത് നടത്തിയെടുത്ത് അവരോടുകൂടെ യാത്ര ചെയ്ത അപ്പസ്തോലന്മാർക്ക് ദൃക്സാക്ഷികളായി വെളിപ്പെട്ട് 40 ദിവസത്തോളം ഈ ഭൂമിയിൽ വെളിപ്പെട്ട് കിട്ടി. അത് ലേഖനങ്ങളിൽ കൂടെ എഴുതി തന്നു, അപ്പസ്തോല പ്രവൃത്തി കൂടെ എഴുതി തന്നിട്ടും ഇന്നും റിബല്യസ് ആയിരിക്കുന്ന മനുഷ്യൻ നിനക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്? ആ പ്രായശ്ചിത്തത്തിന്റെ മുമ്പിൽ നുറുങ്ങാത്ത ഹൃദയം ഏതു ഹൃദയമുള്ളത്? മനസ്സിലാകുന്നില്ലയോ? കണ്ണുണ്ടായിട്ട് കാണാൻ പറ്റുന്നില്ലയോ? ചെവി ഉണ്ടായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലയോ? ലൂസിഫറിന്റെ മേൽ വന്ന ശിക്ഷയെക്കാളും 1000 ഇരട്ടി. കാരണം അതിനേക്കാൾ എത്രയോ വെളിച്ചം നിങ്ങൾക്ക് ബൈബിളിൽ കൂടെ കിട്ടിക്കഴിഞ്ഞു, എത്രയോ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടും ഏതെങ്കിലും കാര്യത്തിൽ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സത്യം വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിന് ഉപായ മാർഗങ്ങൾ ബൈബിളിൽ തന്നെ അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് റിബല്യസ് ആയി നിൽക്കുന്നത് നിനക്ക് പറയാൻ സാധിക്കുകയില്ല ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്. നിന്നെ വിളിച്ചിരിക്കുന്നത് തന്നോടുകൂടെ ഒരേ സിംഹാസനത്തിൽ ഇരിപ്പാൻ. പുതിയ നിയമത്തിന്റെ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റവനെ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് സ്വർഗത്തിനും ഭൂമിയെ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിച്ച് നടക്കാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും വിശ്വാസികളാക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ശിഷ്യന്മാരാക്കുവാനാണ്. അപ്പസ്തോല പ്രവൃത്തി വായിച്ചു നോക്കിയാൽ വിശ്വാസികൾ എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ശിഷ്യന്മാർ. ശിഷ്യൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് വിശ്വാസികളെ കൂട്ടുന്ന പ്രക്രിയ നടക്കുന്നത്. വിശ്വസിച്ചാൽ മതി, ഫെയ്ത്ത് ഓൺലി എന്ന് നമ്മൾ ഈ ടേം എടുത്ത് ഉപയോഗിക്കാം. അപ്പൊ നിർണയം എന്ന് പറയുന്നത് തന്നോട് കൂടെ സദൃശ്യന്മാരായി തീരണം. ഇതിനെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 2 പത്രോസിന്റെ ലേഖനം സ്തോത്രം
3-ാം അധ്യായം നിങ്ങൾ ബൈബിൾ ആണെങ്കിൽ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം തുടങ്ങി വായിച്ചെടുത്ത് കൈവച്ചോളൂ. ഞാനിവിടെ മലയാളത്തിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നെങ്കിൽ അതായാലും മതി. 2 Peter chapter 1 verse 3 onwards. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചു വരുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും, തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും എന്നാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ. തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ആ പരിജ്ഞാനം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് പരിജ്ഞാനം ലഭിക്കേണ്ടത്? അപ്പൊ നാം ചിന്തിക്കും വരാൻ പോകുന്നത് എന്താണ്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെങ്കിൽ ഒന്ന്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കണം പറഞ്ഞാൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന കൽപ്പനകളെ അനുസരിക്കുന്നവനായിരിക്കണം. അല്ലാത്തോടത്തോളം നീ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുന്നെങ്കിൽ കള്ളൻ പറയുകയാണ്. സെക്കൻഡ് കാര്യമാണ് നിർണയപ്രകാരമുള്ള വിളി. എല്ലാവർക്കും, ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവർക്കും ഒരേ വിളി തന്നെയാണ്. നിന്നെ സൃഷ്ടിച്ചവനാ ദൈവം തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനുമാണ് നിന്നെ സൃഷ്ടിച്ചത്. എന്നാൽ നീ അനുസരണക്കേടിനാൽ വീണുപോയി നിന്നെ റീസ്റ്റേർഡ് ചെയ്യുക. നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം തന്നെ നിന്നെ പോലെ ശരീരം പ്രാണനും ആത്മാവുള്ളവനായി വെളിപ്പെട്ട് നിന്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലുമുള്ള ശിക്ഷയെ തന്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് നിനക്ക് പകരക്കാരനെ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിനക്ക് ഒരു ഓഫർ തരികയാണ്. നീ ഒന്നുകിൽ ഈ അനുസരണക്കേടിൽ തുടർന്നു പോയി നിത്യനാശത്തിലേക്ക് നിനക്ക് പോകാം, അല്ലെങ്കിൽ നിനക്ക് സ്വയമായിട്ട് അനുസരിക്കാൻ സാധ്യമല്ല. അതാണ് റോമാലേഖനം 7-ാം അധ്യായം അവസാനം പഠിച്ചത്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യന്റെ 2 പ്രമാണങ്ങള്, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. നീ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നിനക്ക് ഒരു ഓഫർ തരികയാണ്. അവന് നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് ഒബീഡിയൻസിൽ ഒന്നാകുകയാണെങ്കിൽ നിനക്ക് ദൈവത്തോട് നിരക്കാൻ സാധിക്കും. വേറെ വഴി ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയിലേക്ക് പ്രോഗ്രസ് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആത്മീകമായതും ഭൗതികമായതും എല്ലാം തന്നെ ഫ്രീ ഓഫറാണ്. നീ കിടന്ന് അലയേണ്ട ആവശ്യമില്ല. മത്തായി സുവിശേഷം 6-ാം അധ്യായം വായിച്ചു നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി താട്ട് വായിക്കുന്നത്, ആ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും ദാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ദാനമായി കിട്ടുന്നതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് നിനക്ക് പാപബോധം വരുത്തുന്നത്. സ്തോത്രം. അങ്ങനെ നീ മരണകരമായ അവസ്ഥയിൽ നിന്ന് നിത്യജീവിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ കാര്യം പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നു. ഈ ശബ്ദം കേൾക്കുന്ന മിക്കവാറും പേരും അതനുസരിച്ചവരാണ്. ക്രിസ്തുവിനെ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാണ്, വീണ്ടും ജനം പ്രാപിച്ചവരാണ്, അത് ജലസ്നാനത്തിൽ വെളിപ്പെടുത്തിയവരാണ്, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണ്. പരിശുദ്ധാത്മാവ് തന്നെയാണ് നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി നിങ്ങൾക്ക് ദാനം കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവയാൽ, ഈ ദാനമായി കിട്ടുന്ന കാര്യങ്ങളാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്, എങ്ങനെയാ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവര് റീഫോർമേഷൻ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ, ഈ ലഭിക്കുന്നത് കൊണ്ട് നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. അപ്പോൾ നാശം കടന്നു വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എവിടെയാണ്? ഓരോരുത്തരും താൻ്റെ മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാണ്. സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാണ്. പിശാചിന്റെ മോഹമല്ല, സ്വന്തം മോഹത്താൽ. അത് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളില് നിങ്ങളെ പ്രവർത്തിക്കാൻ ജീവന്റെ ആത്മാവിന്റെ പ്രമാണമുണ്ട്. നിങ്ങൾക്ക് താക്കീത് തരാൻ, നേർവഴി നടത്തുവാൻ ജീവന്റെ ആത്മാവിന്റെ പ്രമാണമുണ്ട്. നിങ്ങൾ ഫ്രീ മോറൽ ഏജന്റ് ആയിരിക്കുമ്പോൾ മോഹത്തെ അനുസരിക്കുന്നു, ജീവന്റെ ആത്മാവിനെ അനുസരിക്കുന്നു. അതിനനുസരിച്ചായിരിക്കും നിർണയപ്രകാരമുള്ള വിളിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാൻ പറ്റുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുകയും. ഒബീഡിയൻസിന്റെ
റിസൾട്ടാണ് വിശുദ്ധി എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആദാമിനെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം സൃഷ്ടിച്ചു. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ അവന് വിശുദ്ധനായിരുന്നു. ആ വിശുദ്ധനായിരുന്ന ആദാമിനെയും ഹവ്വയെയും അശുദ്ധർ എന്ന് എണ്ണി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു വെക്കാനുള്ള കാരണം എന്തായിരുന്നു? ഡിസൊബീഡിയൻസ്. ഇതിന് നേരെ റിവേഴ്സ് ചെയ്താൽ മതി, നിങ്ങൾക്ക് വീണ്ടും വിശുദ്ധരായി തീരാം. അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്നത് വേറെ കർമ്മങ്ങളാലോ മറ്റ് യാതൊരു പ്രവൃത്തിയാലോ നേടാൻ കഴിയുന്ന ഒന്നല്ല. ഡിവൈൻ ലോ പൂർണ്ണമായി അനുസരിച്ചാൽ ക്രിസ്തുവിനെ പോലെ തന്നെ മരിച്ചവരെ ഉയർത്തു എന്നിട്ട് മഹിമയുടെ വലത് ഭാഗത്ത് അതേ ഒരേ സിംഹാസനത്തിൽ ഇരിപ്പാൻ പറ്റി. വെളിപ്പാട് പുസ്തകം 3-21 വാക്യത്തിൽ പറയുന്നത്, ജയിക്കുന്നവർ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഈ ഒരു ഓഫറാണ് നിർണയപ്രകാരമുള്ള വിളി. അതെങ്ങനെയാണ് പ്രോഗ്രസീവ് ആവുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയാൻ പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമായിട്ടുള്ള പ്രേരണ തരുമ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്ത് പോയാൽ, ലോകത്തിൽ മോഹത്തിലേക്ക് അറ്റാച്ച് പോയാൽ യു ആർ ഗോൺ. അല്ല, ദൈവത്തിന് ആത്മാവ് തരുന്നതനുസരിച്ച് കൊണ്ട് ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞ് എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ നൽകി എൻ്റെ നിത്യ പിതാവ് തരുന്നതും മതി. അതിൽ നിന്നാൽ താഴെ പറഞ്ഞ കാര്യം നടക്കാം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം. മിണ്ടാതിരുന്നാൽ പോരാ. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്, which we have given to exceedingly great and precious promise, that through this you may be partakers of the divine nature, having escaped the corruption that is in the world through lust. But also for this very reason, giving all diligence. മിണ്ടാതിരുന്നാൽ നടക്കുകയില്ല. സകല ഉത്സാഹവും കഴിച്ച്. ഇവിടെയാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ അനാലിസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ റോമലേഖനത്തിന്റെ ഇത്രയും വാക്യങ്ങൾ, ഇത്ര ക്ലാസ്സുകൾ, ഇത് 20th ക്ലാസ് ആണ് നടക്കുന്നത്. സകല ഉത്സാഹം കഴിച്ചിട്ട് എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും. ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങളിൽ വിശ്വാസത്തിന് നല്ല പ്രവൃത്തി ആരംഭിച്ചത് വേറെ ഒരുത്തരുമല്ല, നിങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തുറന്ന് പകരക്കാരനായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു യേശു തന്നെയാണ് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. ഫിലിപ്പിലേനോ 1-4 വാക്യം. അവന്റെ വരവെങ്കിലുള്ള തികയ്ക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. പക്ഷെ നിങ്ങൾക്കൊരു ഡ്യൂട്ടിയുണ്ട്. സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും. അത് ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് വായിക്കുകയാണ്. ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് വായിക്കുന്നത്, സ്തോത്രം. For this reason, adding your diligence to the divine promises, employ every effort in exercising your faith to develop virtue. Virtue എന്ന് പറഞ്ഞാൽ excellence, resolution, Christian energy. നിങ്ങളുടെ വിശ്വാസമാണ് ഞാൻ വളരെ നാളുകളായിട്ട് പറയുന്നത്. തിയററ്റിക്കൽ നോളേജിലുള്ള വിശ്വാസമല്ല. അത് ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണ്, സേവിങ് ഫെയ്ത്ത് അല്ല. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസത്തെ നിങ്ങളിൽ കൂടെ ഒരു ക്രിസ്ത്യൻ എനർജി പുറത്തു വരുന്നില്ലെങ്കിൽ, that faith is not faith. That's only an intellectual knowledge, intellectual faith. അത് സേവിങ് ഫെയ്ത്ത് അല്ല, നിങ്ങളെ രക്ഷിക്കുകയില്ല. ആരെങ്കിലും ഈ കാര്യത്തില് പതറുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഉറക്കുക. ലോർഡ് ഹെൽപ്പ് മീ. എന്റെ വിശ്വാസം, പോൾ 2 കൊരിന്ത്യൻസ് വളരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തന്നെ നിങ്ങളുടെ വിശ്വാസത്തെ പരിശോധിപ്പിക്കും. നിങ്ങൾ വിശ്വാസം നിൽക്കുന്നതിലെയോ നിങ്ങൾ തന്നെ പരിശോധിപ്പിക്കും. അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തിൽ കൂടെ ക്രിസ്ത്യൻ എനർജി വെളിപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒരു ടെംപ്ടേഷൻ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വന്നിട്ടാണല്ലോ നിങ്ങൾ പാപത്തെ ഉപേക്ഷിച്ച് നിങ്ങളായിരുന്ന കമ്മ്യൂണിയൻ, നിങ്ങളായിരുന്ന സൊസൈറ്റി, വലിയ വലിയ മന്ദിരങ്ങളുള്ള സൊസൈറ്റി, വലിയ പേര് പ്രശസ്തിയുള്ള കാര്യങ്ങൾ, ചർച്ചുകൾ, ഇതെല്ലാം വിട്ട്, മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൈത്തിലും കാതും പറിച്ച് പോത്തും കുളത്തിലും മുങ്ങിയത്. അത് നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ എനർജി നിങ്ങൾ പ്രൂവ് ചെയ്തു. എന്നാൽ ഇപ്പോഴോ ആർ യു കണ്ടിന്യൂയിങ് ദാറ്റ് ഫെയ്ത്ത്? ഒരു ടെംപ്ടേഷൻ വരുമ്പോൾ നിങ്ങൾ പാപം ഉപേക്ഷിച്ചു. പക്ഷേ വേറൊരു രീതിയിൽ പാപം നിങ്ങളുടെ അടുത്തേക്ക് ടെംപ്ടേഷൻ കൊണ്ടുവരുമ്പോൾ
നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിലാണോ ആശ്രയിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവിതത്തിന്റെ പ്രതാപം ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന കാര്യമാണ് ജീവിതത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത്. ഇത്ര ടെംപ്റ്റേഷൻ വരുന്നു, ഇത്ര ദീർഘമായിട്ടുള്ള ടെംപ്റ്റേഷൻ, വിടുതൽ കിട്ടുന്നില്ല, എന്ന് അതങ്ങ് എടുത്ത് ഉപയോഗിച്ചേക്കാം. നിങ്ങൾ പുറത്തു വരുന്നത് ക്രിസ്ത്യൻ എനർജി അല്ല. ക്രിസ്ത്യൻ എനർജി എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി തന്നെ. ഇത് പലവർക്കും വലിയ പെന്തിക്കോസ്ത് സീനിയർ പാസ്റ്റർമാർക്ക് പോലും കാര്യം പിടികിട്ടിട്ടില്ല. ഞാനിവിടെ കൊടകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ സീനിയർ പാസ്റ്റർ IPCയില് ഒരു 6 ദിവസം അവിടെ ക്ലാസ് എടുത്തു. പാസ്റ്റർ പറയുന്നത്, പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ഈ കാലഘട്ടത്തിൽ അത് പ്രായോഗികമാക്കാൻ പറ്റില്ല. പിന്നെ നീ ഏരില വിശ്വസിക്കുന്ന, നീ ആരെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? സുവിശേഷം ശരിയാ, ക്ലാസ്സുകൾ ശരിയാ, പക്ഷെ അത് ഈ കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. പിന്നെ ആരെ വിശ്വസിക്കുന്നത്? നിന്റെ വിശ്വാസത്തിൽ കൂടെ ക്രിസ്ത്യൻ എനർജി പുറത്തു വരുന്നില്ലെങ്കിൽ, പുനരുദ്ധാന ശക്തി പുറത്തു വരുന്നില്ലെങ്കിൽ, യു ആർ ഇൻ ദ ഇന്റലക്ച്വൽ ഫെയ്ത്ത്, ഇറ്റ് ഈസ് നോട്ട് ദ സേവിംഗ് ഫെയ്ത്ത്. നിന്നെ രക്ഷിക്കുന്ന വിശ്വാസമല്ല. ബ്രേക്ക് ഇറ്റ് ഔട്ട്. വെയിറ്റ് ഫോർ ക്രൈസ്റ്റ് റിവീൽ ഇൻ യു. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നിന്നെ വെളിപ്പെടുവോളം കാത്തിരിക്കാൻ, മരിക്കാൻ തയ്യാറാവുക. ലോർഡ് ഹെൽപ്പ് മീ, ഐ എം വീക്ക്. നിന്നുള്ള ബലഹീനത വെളിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് പരിശുദ്ധാത്മാവ് ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നത്. കുഞ്ഞ്, നിന്റെ നീ ഇത്രയ്ക്കുള്ളോ? യു കനോട്ട് ഓവർകം ദിസ്. ആർക്കാ? സിംഹാസനത്തിന്റെ വാഗ്ദത്തം നൽകി നിർണയപ്രകാരം വിളി ആർക്കാ? ജയിക്കുന്നവർക്ക്, തോറ്റ് തൊപ്പിയിടുന്നവർക്കല്ല. അതാണ് നമ്മൾ പാടിയ പാട്ട്. പാസ്റ്റർ ജോൺ വർഗീസ്, കർത്താവ് നിദ്ര പ്രാപിച്ച പാസ്റ്റർ ജോൺ വർഗീസ് പാടിയ പാട്ടാണത്. അതിനെ ഡൈവേർട്ട് ദയ ലഭിച്ചോർന്നാക്കി മാറ്റി ഒരു വിദ്വാൻ. ജയം വരിച്ചോർന്നാണ് പാസ്റ്റർ എഴുതിയത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ജയം വരിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീനിയർ പാസ്റ്റർ തന്നെ പാട്ടിനെ ദയ ലഭിച്ചോർന്നാം സ്തുതിച്ചിടുമോ എന്നാക്കി മാറ്റി. പാസ്റ്റർ അത് വളരെ ഭാരത്തോടുകൂടെ അതിനുവേണ്ടി ഒരു കൺവെൻഷൻ തന്നെ തയ്യാറാക്കി ആ പാട്ടിനെ പരസ്യമാക്കി പറഞ്ഞു, ഇങ്ങനെയല്ല പാടേണ്ടത്. ഈ പാട്ടിനെ മാറ്റി എഴുതിയ പാസ്റ്ററിന്റെ അന്ത്യം വളരെ മോശകരമായി തീർന്നു. ജയം വരിച്ചോർ എന്നാണ്. ജയം വരിച്ചവർക്കാണ് സിംഹാസന വാഗ്ദത്തം ചെയ്തത്. അതാണ് നിർണയപ്രകാരമുള്ള വിളി എന്ന് പറയുന്നത്. അപ്പൊ നിന്റെ നിർണയപ്രകാരമുള്ള വിളി നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യൻ എനർജി വെളിപ്പെടണം, ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി വെളിപ്പെടണം. അല്ലെങ്കിൽ നിന്റെ വിശ്വാസം പ്യുവർ അല്ല. ഇന്ന് സൈറ്റൻ വളരെ വഞ്ചിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം തന്നെ. ഫസ്റ്റ് തിമോത്തീസ് 1:3 പറഞ്ഞിരിക്കുന്നത് നിഷ്കളങ്ക ഹൃദയം, നിർവ്യാജ വിശ്വാസം, ശുദ്ധ മനസാക്ഷി, ഇവയാൽ ഉളവാകുന്ന സ്നേഹം. നിർവ്യാജ വിശ്വാസം അല്ലാതെ ഉളവാകുന്ന കത്തോലിക്കിന്റെ തോളിൽ കൈയിട്ട് കിടക്കുന്ന ഇക്കുമേനിക്കൽ പ്രസ്ഥാനമല്ല സുവിശേഷത്തിൽ പറയുന്നതായിട്ടുള്ള സ്നേഹം. നിർവ്യാജ വിശ്വാസം, ശുദ്ധ മനസാക്ഷി, ഇവയാൽ ഉളവാകുന്ന സ്നേഹം. അല്ലാത്ത സ്നേഹം ഒന്നും ക്രിസ്തുവിലുള്ള സ്നേഹമല്ല. അപ്പോൾ നിങ്ങൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ട്രാക്കിൽ തന്നെയാണോ, നിങ്ങളുടെ ഫെയ്ത്ത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ അനുസരിക്കുന്നവരാണോ, ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ എന്ന് നിങ്ങൾക്ക് തന്നെ അനാലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം അതിലെടുത്ത് വെക്കുകയാണോ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന സ്നാനത്തിന്റെ അടുത്ത് വരെ എത്ര ഉപദേശങ്ങൾ കേട്ടു. വെള്ളം തെളിച്ചത് മതി, അല്ല സ്നാനപ്പെട്ടെടുത്ത് തന്നെ നിന്നാൽ മതി. ഇതുപോലെ വേണ്ട ഉപദേശമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലയോ, വിഗ്രഹാർപ്പിതം, ശ്വാസം വെട്ടിച്ചത്തത്, പരസംഗം, രക്തം, ഈ 4 കാര്യങ്ങൾ മാത്രം വർജിക്കാനേ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെട്ടിട്ട് വേറെ ഒന്നും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ജോണി വാക്കർ വൈറ്റ് ലേബലോ ബ്ലാക്ക് ലേബലോ യെല്ലോ ലേബലോ ഏത് പണിയും കുടിച്ച പരിശുദ്ധാത്മാവിന് ബോധ്യപ്പെട്ടില്ലാത്ത നിങ്ങൾ എന്തിനാ പ്രസംഗിക്കുന്നതിന്? ആഭരണം വർജിക്കാൻ പരിശുദ്ധാത്മാവിന് ബോധ്യപ്പെട്ടിട്ടില്ല, പിന്നെ നിങ്ങൾക്കെന്താ നിങ്ങൾ തന്നെ പ്രസംഗിക്കുന്നത്? ഈ 4 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു ഭാരം ഞങ്ങൾ ചുമത്തുന്നില്ല. കാരണം അമേരിക്കയിൽ നിന്നുള്ള പണം കിട്ടണമെങ്കിൽ അമേരിക്കക്കാരെ പോലെ തുള്ളണം. നിന്റെ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്ത്യൻ എനർജി വരുന്നില്ലെങ്കിൽ, പുനരുദ്ധാന ശക്തി നിന്റെ വെളിപ്പെടുന്നില്ലെങ്കിൽ, വെളിപ്പെടുവോളം കാത്തിരിക്കാൻ, മരിക്കാൻ തയ്യാറാവണം. ആദ്യം ക്രിസ്തു നിന്നെ വെളിപ്പെടുന്നില്ലെങ്കിൽ അത് സേവിംഗ് ഫെയ്ത്ത് അല്ല, ഇന്റലക്ച്വൽ ഫെയ്ത്ത്. വചനത്തിന്റെ അരിച്ചു മുറുക്കി
തിയോളജിയിലുള്ള ഏറ്റവും ടോപ്പ് ഡിഗ്രി വരെ നിനക്ക് വാങ്ങാം, പക്ഷെ സേവിങ് ഫെയ്ത്ത് ആയിക്കൊള്ളുന്നില്ല. ഇവിടെ തന്നെ പെന്തിക്കോസ്ത് ഗോളത്തിൽ 99% കുരുങ്ങിക്കിടക്കുക. അതിന് പോഷിപ്പിക്കുന്ന വിധത്തിൽ സേറ്റാനായവൻ ഈവൻ കൃപയിൽ നിന്ന ദൈവദാസന്മാരെ പോലും വലിച്ചു താഴെയിട്ട് അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനം. ഈ ഒരു സ്റ്റെപ്പ് നീ ഓവർകം ചെയ്താൽ നിനക്ക് മനസ്സിലാകും പുനരുദ്ധാര ശക്തി എന്താണ്, അല്ലാത്ത വിശ്വാസം എന്താണെന്ന്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ദൈവസ്ഥലിൽ മുഴങ്കാൽ മടക്കുക. ആരോടും പറയണ്ട, കർത്താവേ എനിക്കിത് അനുഭവിച്ചേ മതിയാകുള്ളൂ. ഇത് അനുഭവിച്ചിട്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടത് സകല ചപ്പും ചവറുമായിട്ട് എണ്ണുകയാണെന്ന്. ഇത് കിട്ടാത്തോടത്തോളം നീ വിശ്വാസിയല്ല. നിന്റെ വിശ്വാസം വെറും ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണ്. ഒരു കാര്യമില്ല. അതുകൊണ്ട് നീ ജീവിതത്തിന്റെ പ്രതാപത്തിൽ ആശ്രയിക്കുന്നത്. അതിന് വേണമെങ്കിൽ ഉപദേശമൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. എഗസ്ക്യാവിന്റെ പരിവും വരുന്ന ഇത് പലതും കൊണ്ടുവരാം. പക്ഷെ പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്താ? ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കുന്ന നിന്നെ ആരാ പാപബോധം നിനക്ക് വരുത്തിയത്? നീ ആയിരുന്ന സ്ഥലത്തുനിന്ന് എന്തുകൊണ്ടാണ് വിട്ടു പോകുന്നത്? നീ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് എങ്ങനെയാ വിട്ടു പോകുന്നത്? നിന്റെ വിൽ പവർ കൊണ്ടാണോ? ആരാ നിന്നെ രക്ഷിച്ചത്? ആരാ നിന്നെ വീണ്ടെടുത്തത്? അല്ല, ഈ സുവിശേഷത്തെ കുറിച്ച് കഥ കേട്ടിട്ട് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നീ രക്ഷ പ്രാപിച്ചോ? നീ വീണ്ടും ജനനം പ്രാപിച്ചോ? വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ ക്രിസ്തു നിന്നിൽ വന്നേ പറ്റുകയുള്ളൂ. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു പുരുഷ ബീജം വരാത്തുള്ള ഒരു ജനനം നടക്കുന്നുണ്ടോ? ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് 8 മാസം 9 മാസം വരെ കൊണ്ടു നടന്നാൽ മറ്റുള്ളവർ എന്ത് പറയും? കുഞ്ഞെന്നൊരു തോന്നല ഇതൊക്കെ. ഇന്ന് അനേകരിത് തന്നെയാണ്. അകത്ത് വരേണ്ടവൻ വന്നിട്ടില്ല. സമയമുണ്ട്. ഇപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നവരേക്കും സമയമുണ്ട്. ലോർഡ്, ഈ സത്യം എനിക്കൊന്ന് വെളിപ്പെടുത്തി, ഈ വാക്യം എന്നിലൊന്ന് പൂർത്തീകരിക്കുക. വിശ്വാസത്തോട് വീര്യവും. മരിച്ചവരെ ഉയർപ്പിക്കുന്നതല്ല, രോഗശാന്തി വരുത്തുന്നതല്ല, അടയാളങ്ങൾ അത്ഭുതം സ്റ്റേജ് തകർക്കുന്നതല്ല വീര്യപ്രവൃത്തി എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തി നിന്നിൽ കൂടെ വെളിപ്പെടുന്നത്. സ്തോത്രം. അതിൽ രോഗസൗഖ്യം ഉണ്ടാകാം, ചിലപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കാം, കർത്താവിനുള്ള അധികാരത്തിൽ ഏതെങ്കിലും വേണമെങ്കിൽ വരാം. അത് നീയല്ല തീരുമാനിക്കുന്നത്, നിന്നിൽ വസിക്കുന്നവനാണ് തീരുമാനിക്കുന്നത്. അത് നീ ഒരു പ്രാവശ്യം അനുഭവിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പാണ് പറയുന്നത്. സ്തോത്രം. ബൈ എക്സസൈസിങ് നോളേജ്, ക്രിസ്ത്യൻ ആൻഡ് ഇൻ എക്സസൈസിങ് വിർച്യു ഡെവലപ്പ് നോളേജ്. ഒരു പ്രാവശ്യം നിനക്കത് മനസ്സിലായി ഇതെങ്ങനെയായി പ്രോസസ്സ് നടക്കുന്നത്. പരിശുദ്ധാത്മാ പിതാവായ ദൈവം ആകർഷിച്ച് എങ്ങനെയാണ് പുത്രന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നത്. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കത്തക്കവണ്ണം. ഇനി ആ ടോപ്പിക്കിലേക്ക് പോയ കുറച്ചുകൂടി കൺഫ്യൂഷൻ ആകുകയുള്ളൂ. എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ഇന്ന് ഞാനത് ക്ലാസ് തുടങ്ങുന്നതിന് കുറച്ച് വിവരിച്ചായിരുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം ഒരു ക്രിസ്ത്യൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലെങ്കിൽ ദൈവസേനയിൽ മുട്ടമടക്കുക. കർത്താവേ, ഒരു വ്യാജ വിശ്വാസം, ഒരു ഇന്റലക്ച്വൽ ഫെയ്ത്തിൽ കൂടെ പോയി ഞാൻ തകർന്നു പോകാതെ, ലോർഡ് ഹെൽപ്പ് മീ, നിന്റെ പുനരുദ്ധാന ശക്തി എനിക്കൊന്ന് അനുഭവിക്കാൻ കൃപ വേണം. ഒരു പ്രാവശ്യമെങ്കിലും, ഒരു പ്രാവശ്യം നിങ്ങൾ അനുഭവിച്ചാൽ പിന്നെ അത് വിട്ടുകളയില്ല. അതിന് പറയുന്നതാണ് നോളേജ്. BTHഉം TTHO എന്തെല്ലാം ഡിഗ്രി എടുക്കുന്നതല്ല നോളേജ്. അത് ഇന്റലക്ച്വൽ ഫെയ്ത്താ. അതിലുള്ള വിശ്വാസം ഇന്റലക്ച്വലാ. ഇതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാത്തോളത്തോളം ഒരു കാര്യമില്ല. ബൈ എക്സസൈസിങ് നോളേജ് സെൽഫ് കൺട്രോൾ. അപ്പൊ നിങ്ങൾ ഒരു ഡിഗ്രിയും കൂടി മുന്നോട്ട് വന്നു. ടെംപ്ടേഷൻ വരുമ്പോൾ എടുത്ത് ചാടി ഒന്നും ചെയ്യില്ല, നോക്കി കണ്ട് ചിരിക്കും. ഇവിടെ വരെ എത്തണമെങ്കിൽ നല്ലൊരു വില കൊടുക്കണം. ഈ സെൽഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം, നിന്റെ മുമ്പിൽ ലോകത്തിൻ്റെതായ എന്തൊരു കാര്യം വന്നാൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, രഹസ്യ ജീവിതത്തിലായിക്കോട്ടെ, ഫാമിലി ലൈഫിലായിക്കോട്ടെ, സോഷ്യൽ ലൈഫിലായിക്കോട്ടെ, ചർച്ചിനകത്തായിക്കോട്ടെ,
മോഹത്താലെ ഒരു കാര്യം വന്ന നിന്നിൽ സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിലോ, ഈ പുനരുദ്ധാന ശക്തി ഒരു പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളയാൻ താല്പര്യപ്പെടുകയില്ല. നീ വെയിറ്റ് ലോർഡ്. നീ സെൽഫ് കൺട്രോൾ വന്ന അത് കണ്ട് ചിരിക്കും. ശത്രുവിന്റെ മോഹം കൊണ്ടുവരുന്നത് ചിരിക്കും. പിന്നെ അവൻ നിന്നെ വിറയ്ക്കാൻ തുടങ്ങും നിന്നെ കണ്ടിട്ട്. By exercising self-control, steadfastness, സ്ഥിരത. സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയജയം. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രസംഗം അങ്ങോട്ട് കേൾക്കുമ്പോൾ അവിടെ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പോലോസ് പ്രസംഗിച്ചാൽ അപ്പോലോസിന്റെ പക്ഷക്കാരൻ, കേഫാവ് പ്രസംഗിച്ചാൽ കേഫാവിന്റെ പക്ഷക്കാരൻ. ഇത് മൂന്ന് പിടികിട്ടിട്ട് ഞാൻ കർത്താവിന് മാത്രം അനുസരിക്കും, ഞാനും എൻ്റെ ബൈബിളും മാത്രം. നീ പുറത്താ. നിനക്ക് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ചർച്ചിലെ വ്യക്തികളുമായിട്ട് നിരന്നു പോകാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ഔട്ട്. നീ ക്രിസ്തു എന്ന ഏക ശരീരത്തിലെ ബോഡിയാണ്. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ വേറെ സ്ഥാനമില്ല, വേറെ സ്വർഗം ഉണ്ടാക്കാൻ പോകുന്നില്ല. ശത്രു വല്ലാതെ വലച്ചു കിടന്ന ഏറ്റവും വലിയ പാപമാണ് ഈ സെൽഫ് റൈഷ്യസ്നെസ് എന്ന് പറയുന്നത്. കൊരിന്ത്യർ ലേഖനം പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മുടെ നീതീകരണം, ക്രിസ്തു തന്നെ നമ്മുടെ നീതീകരണം. ഇതിനപ്പുറമായിട്ട് സെൽഫിൽ എവിടെയെങ്കിലും നീതീകരണം പറഞ്ഞു ഞാൻ എൻ്റെ എന്ന് പറഞ്ഞൊരു വാക്ക് നിന്റെ ചിന്തയിലുണ്ടെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. By exercising self-control, develop steadfastness. And in exercising steadfastness, godliness. അപ്പോഴാണ് ദൈവ സ്വഭാവങ്ങൾ വെളി വരുന്നത്. In exercising godliness, develop brotherly affection, സഹോദര പ്രീതി. അപ്പോൾ ഞാൻ മലയാളത്തിൽ വായിക്കുകയാണെങ്കിൽ സ്തോത്രം, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്നേഹം. ഇന്ന് എക്യുമേനിക്കൽ പ്രസ്ഥാനം പറഞ്ഞ് എല്ലാവരുടെ തോളിലും കൈയിട്ട് വരുന്ന സ്നേഹം മതി. സ്നേഹം പറഞ്ഞ സേറ്റാന്റെ ഏറ്റവും വലിയ വഞ്ചനയാണ്. ഈ പ്രോസസ്സിൽ കൂടെ കടന്നുപോയി നിന്നിൽ ഉത്ഭവിക്കുന്ന അഗാപ്പെ ലവ്. നീ ആരെ സ്നേഹിക്കുന്നു, അവന് എന്താണ് ബെനിഫിറ്റ് എന്ന് കണ്ട് നിന്റെ സെൽഫിനെ പോലെ ക്രൂസിഫൈ ചെയ്യേണ്ടി വന്ന, മരിക്കേണ്ടി പോലെ വന്ന ആ സ്നേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. സഹോദര പ്രീതി ഉയർത്തുന്ന ദൈവസ്നേഹം എന്ന് പറയുന്നത് ഇതാ നിർണയപ്രകാരമുള്ള വിളി. ഇങ്ങനെ ട്രാക്കിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി പറയുന്നത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങൾ എവിടെയാണോ? ഈ ട്രാക്കിലാണോ? അല്ലെങ്കിൽ ഈ ട്രാക്കിൽ എവിടെയെങ്കിലും ഒബ്സ്റ്റാക്കിൾ പെട്ടുപോയിട്ടുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി നടക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിച്ചു, രക്ഷയേറ്റു പറഞ്ഞ് സ്നാനപ്പെട്ടു, എന്നിൽ കൂടെ ക്രിസ്ത്യൻ എനർജി എപ്പോഴെങ്കിലും ഡെവലപ്പ് ആകുന്നുണ്ടോ? നീ രോഗികൾക്കല്ല ഈ പ്രാർത്ഥിച്ച് കുറെ കാര്യങ്ങൾ നേടുന്നതല്ല. അത് ദൈവം പെന്തക്കോസുകാരനും പെന്തക്കോസുകാരനല്ലാത്തവന്റെ വയലിൽ മഴ പെയ്യിക്കുന്നുണ്ട്. നിന്നേക്കാൾ വലിയ വീര്യപ്രവർത്തികൾ പ്രാർത്ഥിച്ച് നേടുന്ന കത്തോലിക്കന്മാരുണ്ട്, എത്ര ആൾക്കാരുണ്ട്. വിശ്വാസികളെ പോലും മടക്കുന്ന കത്തോലിക്കന്മാരുണ്ട്. നീ പറഞ്ഞതിനേക്കാൾ വലിയ പ്രവചനം വരുന്ന കത്തോലിക്കരുണ്ട്, ഹിന്ദുക്കളുണ്ട്. നീ പറയുന്ന അന്യഭാഷകൾ ഉഗ്രമായ അന്യഭാഷ പറയുന്ന മുസ്ലിമുകളുണ്ട്, സിഖുകാരുണ്ട്. ഇതൊന്നല്ല വിശ്വാസത്തോട് ക്രിസ്ത്യൻ എനർജി, പുനരുദ്ധാന ശക്തി. അവർക്കൊന്നും ഈ പുനരുദ്ധാന ശക്തിയില്ല. കാരണം അവർ വിശ്വസിക്കുന്ന ആരും പുനരുദ്ധാനം നടന്നിട്ടില്ല. പുനരുദ്ധാനം നടന്ന ഒരുവന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഒരേ ഒരു നാമമുള്ളൂ, യേശു ക്രിസ്തു എന്ന ഏകനാമം. ഉയർത്തെഴുന്നേറ്റവൻ ഒരുവനേ ഉള്ളൂ. അപ്പൊ നിന്റെ വിശ്വാസം നിന്നിൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ദ ട്രാക്ക്. അല്ലെങ്കിൽ ട്രാക്കിലല്ല, റിവൈവ്. ഇതിനൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് പറയുന്നത്. നിന്റെ തെറ്റായ വിശ്വാസം വിട്ട് കളഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉടച്ചു കളഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. കർത്താവേ, ഈ പറയുന്ന കാര്യം എന്നിലൊന്ന് നടക്കണം, എന്നിലൊന്ന് നടക്കണം. ഈ ശരീരത്തിൽ ഇരിക്കുന്നത് എന്നാലും മാത്രമേ അനുഗ്രഹമായി തീരുകയുള്ളൂ. ലോർഡ്, ഇതെന്നിലൊന്ന് നടക്കണം. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം ശരിയാണെന്ന് നീ എനിക്ക് പൂർത്തി തരണം. നിന്റെ പുനരുദ്ധാന ശക്തി എന്നിൽ വെളിപ്പെട്ടേ പറ്റുള്ളൂ. ഇങ്ങനെ വന്നാൽ നിന്റെ മുമ്പിൽ മരണം വന്നാലും, രോഗം വന്നാലും, ടെംപ്ടേഷൻസ് വന്നാലും നിനക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മുഖാന്തരം അതിനെ ജയിക്കാം. നിന്നെ കൊണ്ട് സ്വയമായിട്ട് സാധ്യമല്ല, നിന്റെ വിൽ പവർ കൊണ്ട് സാധ്യമല്ല.
സ്തോത്രം. സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടൻ. ഈ പറഞ്ഞ പ്രോസസ്സിൽ കൂടെ അല്ല പോകുന്നെങ്കിൽ കുരുടനാണ്. എവിടേക്ക് പോകുന്ന അറിയില്ല. അവൻ ക്രിസ്തുദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുകയും. നമ്മൾ എവിടുന്ന് വന്നത്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. അപ്പോൾ ഈ പത്രോസ് ഈ വാക്യത്തിലേക്ക് കൊണ്ട് കൺക്ലൂഡ് ചെയ്ത്, അതുകൊണ്ട് സഹോദരന്മാരെ, വിശ്വാസികളോടാണ് പറയുന്നത്. ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, അമ്മ പെറ്റ മക്കൾ സഹോദരന്മാരെ ബന്ധമല്ല പറഞ്ഞിരുന്നത്. ക്രിസ്തുവിൽ ജനിച്ചവര്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഞാൻ നിർണയപ്രകാരമുള്ള ഈ ട്രാക്കിലാണോ ഇല്ലയോ എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ളവർക്കാ പറയുന്നത്, എന്തു സംഭവിച്ചാലും നല്ലതിനെ സംഭവിക്കുകയുള്ളൂ. ഇതൊന്നില്ലാതെ ദൈവവിശ്വാസിയാണ്, എന്ത് സംഭവിച്ചാലും നല്ലതിനെ സംഭവിക്കുന്നത്, ദൈവമെല്ലാം അറിയുന്നു. ഇതൊരു വെറും ഫൂളിഷ്നെസ്സാണ്. ശരി തന്നെയാണ്, ദൈവമെല്ലാം അറിയുന്നു, കോൺട്രാഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ദൈവത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ലാതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന ഞാൻ കൽപ്പനയൊന്നും അനുസരിച്ച് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അനുസരിക്കാം. അത് വേണമെങ്കിൽ ഒരു ലിസ്റ്റ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് പറയാം. മറ്റൊരു കാര്യം പറയുമ്പോൾ ദൈവത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ പാസ്റ്റ് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഈ പാസ്റ്റ് ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് മാത്രമേ ഇതുള്ളൂ. ആ പാസ്റ്റ് പോകുന്നിടത്ത് നിങ്ങളും പോവും. ആ പാസ്റ്റ് എന്തിനാണ് വചനം വളച്ചൊടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. കർത്താവ്, ഈ ട്രാക്കിൽ എനിക്കൊന്ന് യാത്ര ചെയ്യണം. നിർണയപ്രകാരം നിന്നെ നിർണയപ്രകാരം തന്റെ സിംഹാസനത്തിൽ തന്നോടുകൂടി ഇരുത്തുവാൻ ആരാ വിശ്വാസം ആരംഭിച്ചത്? ഫിലിപ്പിയർ 1:4 നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തന്റെ വരവിന്റെ നാളോളം തികയ്ക്കും. വീഴാതെ വണ്ണം സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ദുഃഖത്തോടെയല്ല ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. അവനെ ഏൽപ്പിച്ചു കൊടുത്തു നോക്ക്. വെറുതെ ഏൽപ്പിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ട്രാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സെൽഫിനെ റിവ്യൂ ചെയ്യും. നിങ്ങളുടെ ഇന്റലക്ച്വൽ ഫെയ്ത്ത് ആണോ സേവിങ് ഫെയ്ത്ത് ആണോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. മനസ്സിലാക്കി കിട്ടുമ്പോൾ കർത്താവ് ഇത്ര നാളും കൊണ്ട് നടന്നത് വേറും ഗുണമില്ലാത്ത ഫെയ്ത്ത് ആയിരുന്നല്ലോ. ചുമ്മാ ഞാൻ പാട്ടും പാടി കുറെ കാണാപ്പടം പഠിച്ച് അന്യഭാഷയും പറഞ്ഞുകൊണ്ട് നടന്നല്ലോ. കാര്യത്തോടെ അടുത്തുമ്പോൾ ഞാൻ രഹസ്യമായി സൂക്ഷിച്ചു വെച്ച ജീവനത്തിന്റെ പ്രതാപത്തിൽ ആശ്രയിക്കുന്നത്. പക്ഷെ നീ അറിയുന്നു കർത്താവ്, ഓൾ ഫ്രീ. ഇത് തികയ്ക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ആരോഗ്യം വേണോ, സമ്പത്ത് വേണോ, വസ്ത്രം വേണോ, പാർപ്പിടം വേണോ? ഈ രാജ്യങ്ങളും രാജാക്കന്മാരെ പോലും നിങ്ങൾക്ക് വേണ്ടി മാറ്റും. ഈ യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ തന്നെ പോലെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് പാപയാഗമായി തീർന്ന് നിങ്ങളുടെ മേലുള്ള ശിക്ഷ വഹിച്ചത്. അവനതിൽ നിന്ന് മാറുമോ? അതുകൊണ്ട് നീ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകുന്നെങ്കിൽ, ആരും പരിപൂർണരല്ല, ഞാൻ പരിപൂർണനല്ല, പക്ഷെ ട്രാക്ക് ഇതാണെന്ന് എൻ്റെ ജീവിതത്തിൽ കൂടെ എനിക്ക് അനുഭവിച്ചറിയാം. ഞാൻ പല പ്രാവശ്യവും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇതിൻ്റെ ഫൈനലാണ് സഹോദരപ്രീതിയോട് സ്നേഹം. ഇവിടേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിൽ, ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷനൊന്നും നിൽക്കില്ല. സഹോദരൻ, നീ സെക്രട്ടറി ആയാൽ മതി. നീയാണ് സെക്രട്ടറി. നീ എന്നെക്കാൾ വലിയവനാ, എന്നെക്കാൾ ശ്രേഷ്ഠനാ, നീയാ യോഗ്യത. അവൻ ചിലപ്പോൾ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. സഹോദര, നിന്നെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ട് കാണുന്നവനോ ഈ വാക്യം ഒന്നും കൂടി ധ്യാനിച്ചു വായിക്കുക. എന്നിട്ട് പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി, എനിക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിന്നയായിക്കോട്ടെ, പരിശോധനകളായിക്കോട്ടെ, കർത്താവെ, ഈ പുനരുദ്ധാര ശക്തി അനുഭവിക്കാനല്ലാതെ മറ്റൊന്നിനുമല്ല. പ്ലീസ് ലോർഡ്, എനിക്ക് മനസ്സിലായ എൻ്റെ ബലഹീനത, ഞാൻ എത്രയൊക്കെ ഉള്ളൂ. പ്ലീസ് ഹെൽപ്പ് മീ. എൻ്റെ കുറവുകളാണിതിനെങ്കിൽ കർത്താവ് നിൻ്റെ പ്രായശ്ചിത്തം ഇതോടെ എന്നെ ശുദ്ധീകരിക്കും. നിൻ്റെ നീതിയാണല്ലോ എനിക്ക് കണക്കിടുന്നത് എന്ന് താഴ്മയോടെ ഹൃദയ നുറുക്കത്തോടു കൂടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും.
ദൈവമേ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ആ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. തിരുവഴുത്തിൽ കർത്താവെ ഗ്രഹിപ്പാനും പ്രാവർത്തികമാക്കുവാനും അല്പഭാരമുള്ളതാണ്. നീ അവരെ സ്നേഹിക്കുന്ന കർത്താവ്, നിന്നെ സ്നേഹിക്കുന്നവർ കർത്താവ് നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി തരുവാൻ നീ അവരെ സഹായിച്ചേ മതിയാകുകയുള്ളൂ. നിന്നെ കൂടാതെ അനുസരിപ്പാൻ സാധ്യമല്ലെന്ന് കർത്താവ് തിരുവഴുപ്പിൽ മനസ്സിലാക്കുന്നുണ്ട്. ബലഹീനതയ്ക്കുമീത് നിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവരും ഇനി യൂട്യൂബിൽ കേൾക്കുന്നവരും കർത്താവെ നിൻ്റെ കൃപയാൽ ചേർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.